മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ
സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ പ്രാർത്ഥിക്കും. എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. പ്രിയമോടെന്നെ ഓർത്തീ
ചേരണമേ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പ്രിയമോടെന്നെ ഓർത്തിടണമേ. കർത്താവേ, ഞങ്ങളുടെ ആയുസ് 70 വർഷമാണല്ലോ, ഏറിയാൽ 80 വർഷമുണ്ടാകും. അതിൽ വലിയൊരു ഭാഗം അധ്വാനവും സങ്കടവുമായി കഴിയുന്നു. ഹൃദയവിജ്ഞാനം പ്രാപിക്കുവാനായി ഞങ്ങളുടെ ആയുസിന്റെ ഹ്രസ്വത ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ദൈവമായ കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടാകുമാറാകട്ടെ. ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. അവന്റെ സന്തോഷത്തിൽ ഒരാനന്ദിക്കും കർത്താവേ, നിൻ ശോണിതവും തിരുശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായി പുതനാം എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. നമുക്ക് സമാധാനം. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം
എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, എന്നെയോർത്തങ്ങ് നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ. ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ. ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ. കരുണയിലും മമ
പോലെ മായുകയാണീ മണ്ണിൽ. മാമക ജീവിത ഒരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. ആഴമതേ ഞാൻ വീഴുകയാണ്, അഴലുകൾ നീക്കണമേ. ആഴമതേ ഞാൻ വീഴുകയാണ്, അഴലുകൾ നീക്കണമേ. എന്നോട് രോദിന നിരതം കേൾക്കാൻ നിൻ ചെവി ചായിക്കണമേ. എന്നോട് രോദിന നിരതം കേൾക്കാൻ നിൻ ചെവി ചായിക്കണമേ. എന്നോട് രോദിന നിരതം കേൾക്കാൻ നിങ്ങളെ മണ്ണിൽ. നരരുടെ ദൃഷ്ടിയിൽ നിന്ന് അവരുടെ സ്മരണയിൽ നിന്നു നിതാ. നരരുടെ ദൃഷ്ടിയിൽ നിന്നും അവരുടെ സ്മരണയിൽ നിന്നു നിതാ. മറയുകയാണ് കാലമറിഞ്ഞോട് തിരശീലയറിഞ്ഞുള്ളിൽ. മറയുകയാണ് കാലമറിഞ്ഞോട് തിരശീലയറിഞ്ഞുള്ളിൽ. കരുണയിടും മമനാഥായന്നെ കനിവോളോർക്കണമേ. മാമക ജീവിത ഒരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. മാമക ജീവിത ഒരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. നമ്മുടെ സംസ്കാര ശുശ്രൂഷയുടെ ആദ്യ ഭാഗം ഈ ഭവനത്തിന് ആരംഭിക്കുകയാണ്. നമുക്ക് എന്റെ ഭക്തിപൂർവ്വം ഈ കർമ്മത്തിൽ എല്ലാവർക്കും പങ്കെടുക്കുന്ന ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേ, നിങ്ങളുടെ മോചനത്തിനായി പരിചയനെ ആശീർവദിക്കണമേ. ഇതിന്റെ പ്രാർത്ഥന ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ദൈവങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, ഹരിയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ ഭാവമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു.
എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അവ നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനങ്ങൾ വിവരിക്കുന്നതുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ എനിക്ക് ആശ്രയം, എല്ലാ മതത്തിനോട് നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമെന്നരുളേണം. കർത്താവ് വല്യവന് സ്തുത്യർഹനമാകുന്ന ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമകിരമണയ്ക്കുന്ന മർത്തിന് ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്തിത പുണരുന്നു, ക്ഷയമുള്ളക്ഷയനാകും. മർത്തിരയേവം സകലേശൻ നിരനോദനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയോടന്തിമവിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ
ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഭാവിയുടെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന എന്റെ മക്കളെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് ജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തുവരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മിൽ നിന്നും ആകസ്മികമായിട്ട് കാലത്തിൽ ചർമ്മം പ്രാപിച്ച സാബുവിൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരുടെ പ്രിയപ്പെട്ട സഹധർമ്മണി ഡെയ്സിക്കും മക്കളായ ജിൻസനും ജിതും ഈ അവസരത്തിൽ പ്രാർത്ഥനാപൂർവ്വം അവരെ ആശ്വസിപ്പിക്കുകയും ആശംസിപ്പിക്കുകയും ചെയ്യാൻ നമുക്ക് മാത്രമല്ല, അവരോടുകൂടെ അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. നമുക്കറിയാം, ഒരു പിതാവ് ചെറുപ്രായത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജെയിംസിനും ജീവനും അവരുടെ പിതാവ് നഷ്ടപ്പെട്ടു. ഡെയ്സിക്ക് ഇതിൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു. 50 വയസ്സ് തികയാതെ മരിക്കുമ്പോൾ ഭാര്യ ചെറുപ്പത്തിലെ വിധവയാകും. മക്കൾക്ക് അപ്പനില്ലാതാകും. ഇതൊക്കെ കാണുമ്പോൾ നാം ഓർക്കുക, മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാറുണ്ട്. ഒന്നാമതായി നമുക്കറിയാം, മനുഷ്യൻ മരിക്കുന്നത് പലതരത്തിലാണ്. ജനിച്ച് നല്ലതുപോലെ ജീവിച്ച് വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന ആളുകൾ, അപകടം മൂലം മരിക്കുന്ന ആളുകൾ, ചിലരെല്ലാം മരണം സ്വയം ഏറ്റുവാങ്ങുന്നവരൊക്കെ. പ്രിയമുള്ളവരെ, ഈ ജിൻസന്റെ സുഹൃത്തുക്കളായ സെന്നായിക്കാരും അച്ഛന്മാരും വന്നിട്ടുണ്ട്. ജിൻസൻ സെന്നാരി പഠിക്കുക, ചെറിയ മകൻ സ്കൂളിൽ പഠിക്കുക. ഈ കുടുംബത്തിലെ ഞാൻ 3 പ്രാവശ്യം വന്നപ്പോൾ സാബുവിനെ കണ്ടപ്പോഴൊക്കെ ഞാൻ ചോദിച്ചു, നീ ഒറ്റയ്ക്ക് താമസിക്കുന്ന എന്തിനാണ്? ഭാര്യ ഇറ്റലി ജോലി ചെയ്യുന്ന ഭർത്താവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ്, വീടുണ്ടാക്കാൻ വേണ്ടിയാണ്, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറയും, മകനെ നിന്റെ ചേട്ടൻ്റെ കൊടുത്തിട്ട് താമസിക്കും. ഒറ്റയ്ക്കാവുമ്പോൾ ഒരുപാട് സങ്കടങ്ങൾ, ആരുമില്ലല്ലോ എന്ന് തോന്നൽ, മരുന്ന് സമയത്ത് കിട്ടത്തില്ല, ഭക്ഷണം കിട്ടത്തില്ല. പലപ്പോഴും ഭർത്താക്കന്മാർക്കുള്ള സങ്കടം ഭാര്യമാർ ഓർക്കും. കൂട്ടത്തിലായിരിക്കുമ്പോൾ ഇതെല്ലാം അവർക്ക് ലഭിക്കും. മക്കൾക്ക് അമ്മയുടെയും ഭർത്താവിന് ഭാര്യയുടെ ശുശ്രൂഷ വലിയ ഒരു കാര്യമാണെന്ന് ഓർക്കുക. പണം ഒരുപക്ഷെ നമുക്ക് ആവശ്യമാണ്. പിന്നെ സുഹൃത്തുക്കൾ പറഞ്ഞ്, അച്ഛാ എല്ലാ പ്രാവശ്യം പോയി വരുന്ന പോലെ 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ പ്രാവശ്യം അങ്ങനെയല്ല വന്നത്. അപ്പൊ അവനെ സ്നേഹിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവനെ സ്നേഹിച്ച ഇടവേല സമൂഹങ്ങളുണ്ട്, സാബുവിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഈ കണിയാത്തൊട്ടി ഭവനത്തിന്റെ ആ ദൈർഘ്യം ഒന്ന് കുറഞ്ഞു പോയി. കാരണം
4-5 സഹോദരന്മാരിൽ ഒരു കണ്ണി കൂടി അടർത്ത് മാറ്റിയപ്പോൾ 3 പേർ അവശേഷിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ആയുഷിന് ദൈർഘ്യം കുറഞ്ഞുപോയി, കുടുംബത്തിന് ദൈർഘ്യം കുറഞ്ഞുപോയി. ഒരുപാട് നഷ്ടങ്ങൾ ഡേസിക്കും മക്കൾക്കുമുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ അവസരത്തിലാണ് നമ്മൾ ഓർക്കുക, എല്ലാവരെയും മരണം ബാധിക്കും. ഇതിനെ സംസ്കാരം സംബന്ധിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരുങ്ങുവാനും ചില കാര്യങ്ങളിൽ വിടുതലുണ്ടാക്കുവാനും ചിലപ്പോൾ മരണത്തെ ഭയപ്പെടാനും ഒക്കെ ഇതൊരു കാരണമായി തീരണമെന്നാണ് ചോദിച്ചത്. ഈ സഹോദരന് തീർച്ചയായിട്ടും ജീവിതത്തിലുണ്ടായ കുറവുകളൊക്കെ പരിഹരിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് ദൈവം തുണയാകും, മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ സഹോദരന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുവാനും മയക്കപ്പെടുവാനും ദൈവസന്നിധിയിലെ സ്വീകാര്യമായി ഒരു സ്നേഹ പറയുന്ന പോലെ പ്രത്യാശയില്ലാത്തവരെ പോലെ നമ്മൾ ദുഃഖിക്കുന്നില്ല. ഈശോയിൽ മരിച്ചവരെല്ലാം ഈശോയോട് ഉയർപ്പിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ്. അവിടുത്തെ വചനം കേട്ട് ജീവിച്ചവർക്കെല്ലാം നിത്യായുസ് ലഭിക്കും. അവനെ കർത്താവായ മിശിഹ തന്റെ മടിയിലേക്ക് സ്വീകരിക്കും എന്നുള്ള വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുപോലെ സാബുവിന് വ്യക്തിസമ്മാനം ദൈവം കൊടുക്കട്ടെ. ദുഃഖിതരായിരിക്കുന്ന എല്ലാവരും ഒരിക്കൽ കൂടി ചേർന്നുകൊണ്ട് ഞങ്ങളെല്ലാം ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. നല്ല നമ്പരാൻ നിങ്ങളെ സമാശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജാഗ്രതായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്താരം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായി, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിലെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തനായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കന്യാമാരുടെ ഐക്യത്തിനും പാവങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ വെപ്പനും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. അങ്ങയുടെ മഹനീയമായ തത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശിനിയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അരസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനേ,
നീ അലസത കൂടാതെ. മർത്യാനീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായ എന്തിനു നീറുന്നു. തിരമാലകളാ തിങ്ങിമറിൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിമുടി എന്നെ എണീക്കുമാറാകട്ടെ. വിശുദ്ധരായ പിതൃക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ, എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ, എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടുന്നു നിത്യമന്ദിരത്തിൽ ഞാൻ. അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ.
കാമ്യമായതൊന്നുമേ ഇല്ല മണ്ണിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകിയില്ല തെല്ലുമേ ശാന്തിയന്ത്യവേളയിൽ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ദൈവത്തിൻ്റെ കൈകളിൽ വസിക്കുന്നു. രാപ്പകലാ ദൈവനാമം പാടി പാടി വാഴ്ത്തുന്നു. സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനൊന്നും ചെയ്ത നന്മകൾ കൂടെ പോരുന്ന കൂട്ടുകാർ. മുന്നമേ തൻ വൻകൃപയാ സ്വർഗദർശനം. താരദീപമേന്തി ദൂതർ എന്നെ കാത്തു നിൽക്കുന്നു. നിന്നെ അറിയിക്കും
മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു.
വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രനെ സ്തുതിയോ ബഹുമാനമോ സമർപ്പിക്കാം. ആദിമുതലും നീക്കും. ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും നീക്കും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവരത്വലമാകെ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ, നിൻ കുരിശിൽ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനം രക്ഷയുമയലും നൽകുന്നു. ആകാശഭൂമി ഭൂതലവും താപകമല്ലോ കർത്താവേ, ജീവിക്കുന്നവരഭയം നീ നൽകണമേ മതനായുസ്. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, പ്രതിരോധ നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാനവരം നോർക്കണമേ. പുത്രൻ റൂഹായി ജീവൻ നൽകി മോനതമാം സഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ എന്നേക്കുമേ സർവ്വാധിപനാ കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രവർത്തിക്കട്ടെ, ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. താതാ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ, ആമേൻ എന്ന് ഘോഷിക്കവേ. സർവേശാമേ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്തൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ വിശുദ്ധാൽ മരിച്ചവരെ വിശദീകരണമേ. മാലാഖമാരുടെ ശബ്ദത്തിൽ സ്നേഹിക്കുവാൻ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമുദ്രനും വിശാത്മാവുമായ സർവേശ്വരാ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനപരാജ്യം നേടും മനുജരു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനപരാജ്യം നേടും മനുജരു ഭാഗ്യം. ഏറ്റവനായി ചിരമഹിമാവിൽ നീ വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നിനക്കായ
കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവ രാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളണമേ. മരിച്ചോർപ്പിക്കുന്ന നാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നദ്ധയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളണമേ. മരിച്ചോർപ്പിക്കുന്ന നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ സമാധാനം. സജീവവും ജീവതായ മാസനെ അർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നിധിയുടെ ദാസനെ വിളിക്കുകയും വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും തീരുമാനമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും വിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മനുഷ്യരെ നിഗമാവനം ചെയ്യിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപനം പരിപാലിക്കണമേ. ഉദാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും വിശുദ്ധാത്മാവുമായ സർവേശ്വര അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസിലേക്ക് ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഈ സഹോദരനെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ സംസ്കാര ശുശ്രൂഷയില് വന്ന് പങ്കെടുത്ത വൈദികർക്കും മറ്റ് എല്ലാ വിശ്വാസികൾക്കും കുടുംബാംഗങ്ങളുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ ഇപ്പോൾ കാണാം അവിടെ.
കീർത്തനം പാടാൻ നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ
സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, എന്നെയോർത്തങ്ങ് നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ.
ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലിപ്പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. സന്താപങ്ങളിൽ കൂട്ടായവരെ സ്വർലോകദേശത്തു കാണാമിനി. സന്തോഷങ്ങളിൽ പങ്കായവരെ നൈരാശ്യമോടങ്ങു കേഴേണ്ടിനി. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലിപ്പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടും.